അവർ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. കമൻസും ഒക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഭയങ്കര ഫുൾ ആഘോഷങ്ങളായിരുന്നു. ഞങ്ങൾ എൻ്റെ സൈറ്റൊക്കെ പോയി ഭയങ്കര ടയേർഡാണ്. പിന്നെ പറഞ്ഞ പോലെ ഇന്ന ടൈമിൽ എത്തണം. അതിലേക്ക് എന്നാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. കല്യാണത്തിന് വിളിച്ച ഒരുവിധം കുറേ ആൾക്കാർക്ക് ഷൂട്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ, നമുക്കിനി ഒരു റിസപ്ഷനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ കൊച്ചിയിലോ റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഗോപികയുടെ ഫാമിലിയും സമ്മതിച്ചു. ഞങ്ങൾ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തു. പട്ടാമ്പിയിൽ നിന്ന് തൃശ്ശൂർ ആക്സസിബിൾ ആണ്. കോഴിക്കോട് നിന്ന് പട്ടാമ്പിനേക്കാൾ കണക്ടിവിറ്റി തൃശ്ശൂരാണ്. കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിൻ്റെ നടുഭാഗമാണ്. സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക. ഇനിയൊരു ആഫ്റ്റർ പാർട്ടിയോ ഒന്നുമില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറേ നമ്മുടെ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടി ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല, അവർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല. പല ആൾക്കാരും മെസ്സേജ് അയച്ച് അറിയിച്ചു. ഇപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ഉണ്ണിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ലാസ്റ്റ് നിമിഷം വരെ വരണം എന്ന് വിചാരിച്ചു. ഒന്നൊരു അച്ഛനമ്മയൊക്കെ വന്നു തോന്നുന്നു. കൃതി ഷെട്ടി മെസ്സേജ് അയച്ചു. അങ്ങനെ കുറേ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ബട്ട് ഹാപ്പി. കാരണം എനിക്കും പല കല്യാണങ്ങൾക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. ചില കാര്യങ്ങളാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞ് ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു പുകയാണ് ഫീൽ ചെയ്യുന്നത്. ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്ന് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു, ഞാൻ പറഞ്ഞല്ലോ, കുറേ കഴിയുമ്പോൾ ഇത് മൊണോട്ടണസ് ആയി പോകും. ഇപ്പോൾ ഒരു 3-3.5 മണിക്കൂറായില്ലേ ഇവിടെ നിൽക്കണു. ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും വന്നോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, ബോധാവസ്ഥ വീണ്ടെടുക്കുക. അതൊന്നും പറയാറായിട്ടില്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. ഗോപിക സാന്ത്വന സീരിയൽ തീർന്നിട്ടല്ലോ, 1000 എപ്പിസോഡിന് ശേഷം തീർന്നല്ലോ. അപ്പോൾ ഇനി അടുത്തത് വേറെ ഏതെങ്കിലും സീരിയൽ കമ്മിറ്റി? താങ്ക് യു സോ മച്ച്. ഭക്ഷണം കഴിച്ചിട്ട് പോണേ.